നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ മീൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ആയുശക്തി ഇൻ മുംബൈ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പല പേഷ്യൻസും അല്ലെങ്കിൽ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മാഡം, എനിക്ക് തടി കുറയ്ക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ പട്ടിണി എടുക്കും, പക്ഷെ എന്നാലും ഞാൻ തടി കുറയാറില്ല. വേറെ ചില കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, മാഡം ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുള്ളൂ, കൂടുതലും ജങ്ക് ഫുഡ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു വെയിറ്റിൽ ചെറിയൊരു ഫ്ലക്ച്വേഷനൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണോ? പിന്നെ വേറെ കുറേ പറയും, ഞാൻ ജങ്ക് ഫുഡേ കഴിക്കാറില്ല, ജങ്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിലും തടിയുണ്ട്, ഒന്നും കൂടി ഞാൻ തടി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ജങ്ക് ഫുഡിനെ വളരെയധികം മോശമാക്കി വിട്ട് അത് കഴിച്ചാൽ മാത്രമേ നമ്മൾ തടി വയ്ക്കുള്ളൂ എന്നുള്ള കോൺസെപ്റ്റൊക്കെ വെച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ തമ്മിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മൈക്കൽ ഫിലിപ്സ് എന്ന് പറയുന്ന ഒരാൾ. മൈക്കൽ ഫിലിപ്സ് സ്പോർട്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും. പ്രശസ്തനായിട്ടുള്ളൊരു നീന്തൽക്കാരനാണ് അദ്ദേഹം. 28ഓളം ഒളിമ്പിക്സിൻ്റെ മെഡൽസും അതിൽ തന്നെ 23ഓളം ഗോൾഡ് മെഡൽസൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളൊരു പ്രശസ്തനായിട്ടുള്ളൊരു നീന്തൽക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ നമ്മൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ലിറ്ററലി ഒരു 10,000 കാലറിയാണ് അദ്ദേഹം ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്. ഈ 10,000 കാലറി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു ദിവസം ഒരാഴ്ച ഇരുന്ന് കഴിച്ചാൽ പോലും 10,000 കാലറിയിലേക്ക് എത്തില്ല. അത്രത്തോളമാണ് അദ്ദേഹം ഒരു ദിവസം കഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അദ്ദേഹം കഴിക്കുന്നത് ഫ്രൈ ചെയ്തിട്ടുള്ള എഗ്ഗിൻ്റെ സാൻഡ്വിച്ച്, അതുപോലെ 5 എഗ്ഗിൻ്റെ ഓംലേറ്റ്, ഫ്രൈഡ് ഓണിയൻസ് വിത്ത് മൈനൈസ്, അതുപോലെ ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ്. ഇത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ വരിക. അതുപോലെ ലഞ്ച് എടുക്കുകയാണെങ്കിൽ കൂടുതലും 1/2 kg പാസ്ത, കൂടുതലും ചീസാണ് അതിൽ അടങ്ങിയിട്ടുണ്ടാവുക. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു റെഡ് ബുൾ പോലെയുള്ള ഏതെങ്കിലും ഒരു എനർജി ഡ്രിങ്ക്. ഇത്രത്തോളമാണ് അദ്ദേഹം ലഞ്ചിൽ കഴിക്കുന്നത്. ഇനി ഒരു ഡിന്നർ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും സെയിം ഈ പാസ്ത തന്നെയാണ്, മൈദയുടെ പാസ്ത. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വലിയൊരു ലാർജ് പിസ്സ, ദെൻ എന്തെങ്കിലും ഒരു എനർജി ഡ്രിങ്ക്സ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, കൂടുതലായിട്ടും ഫുഡിൽ മൈദ, ഷുഗർ, ഹൈ ഫാറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിൽ അദ്ദേഹം ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കണം, നമ്മൾ ഒരു ദിവസം ഇതെല്ലാം ഇരുന്ന് കഴിച്ച് തികച്ചും നമ്മൾ 2 ആഴ്ച പോലും വർക്കൗട്ട് ചെയ്താൽ പോലും, ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി 2 ആഴ്ച ഇരുന്ന് വർക്കൗട്ട് ചെയ്താൽ പോലും നമ്മുടെ ശരീരത്തിൽ നിന്നൊന്നും പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നില്ല. അത് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ഹെവി ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, അല്ലാതെ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന മൈക്കൽ ഫിലിപ്സ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈക്കൽ ഫിലിപ്സിൻ്റെ ഒരു ഫണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റ്, സ്ലീപ്പ്, സ്വിം. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട്. അതായത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, നീന്താനായിട്ട് പോവുക. ഇതാണ് അദ്ദേഹം ഒരു ദിവസത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഒരു ദിവസത്തിൽ അദ്ദേഹം നീന്തുന്നത് 13 കിലോമീറ്ററോളാണ്. അതുപോലെ ഒരു 5-6 ദിവസത്തോളം എടുക്കുകയാണെങ്കിൽ 80,000 മീറ്ററോളാണ് അദ്ദേഹം നീന്താറുള്ളത്. അതുപോലെ ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ഒരാളും കൂടിയാണ് ഇദ്ദേഹം. 6 മണിയാവുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കും. കഴിഞ്ഞിട്ട് ഒരു 7 മണി തൊട്ട് 9 മണി വരെ നീന്താനായിട്ട് പോകും. 9 മണിക്ക് തിരിച്ച് വരുമ്പോൾ ഒരു 10 മണി വരെ നന്നായിട്ട് വെയിറ്റ് ലിഫ്റ്റിൻ്റെ എക്സസൈസ് ചെയ്യാനായിട്ട് പോകും. 10 മണി തൊട്ട് 12 മണി വരെയുള്ള സമയം അദ്ദേഹം നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ടും, 12 മണി തൊട്ട് ഒരു 1 മണി വരെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ലീപ്പിംഗ് ടൈം എന്ന് പറയാൻ പറ്റും, ഒരു ഉച്ചമയക്കത്തിൻ്റെ ഒരു സമയം. അത് കഴിഞ്ഞ് വീണ്ടും 4 മണി തൊട്ട് 6 മണി വരെ വീണ്ടും നീന്താനായിട്ട് പോകും. തിരിച്ച് വരുന്നിട്ട് ഒരു 6 മണി തൊട്ട് 8 മണി വരെ ഒരു ഡിന്നർ ടൈമിനായിട്ടാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്യുക. 8 മണി തൊട്ട് 10 മണി വരെ നല്ലൊരു ഫാമിലി സ്പെൻഡിങ് ടൈമും, 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഉറക്കം. ഇതാണ് അദ്ദേഹം ഡെയിലി ചെയ്തു വരുന്ന ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, ആൾ കഴിക്കുന്ന ഭക്ഷണം ആൾ പുറത്തേക്ക് കളയുന്നത് നീന്തിയിട്ടാണ്. ആ ഒരു എനർജി ത്രൂ ആണ് അദ്ദേഹം പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കണം, എങ്ങനെ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മളത് ചെയ്യേണ്ട പോലെ, അത് പുറത്തേക്ക് കളയേണ്ട രീതിയിൽ കളയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു എക്സസീവ് ആയിട്ടുള്ളൊരു ഫാറ്റ് അല്ലെങ്കിൽ ഒരു എക്സസീവ് ആയിട്ടുള്ളൊരു വാട്ടർ റിട്ടൻഷൻ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. മറ്റു പലരും പറയുന്നത് കാണാനായിട്ട് പറ്റും, ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് വളരെ വേസ്റ്റാണ്, ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം നമുക്കതിൽ നിന്ന് കിട്ടില്ല എന്നും പറയുന്ന പലരും ഉണ്ട്. നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെ അട്ടേർലി വേസ്റ്റാണ് എന്ന് പറയാനായിട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ന്യൂട്രീഷൻ പ്രൊഫൈൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചിക്കൻ ബർഗർ മാത്രമായിട്ട് നിങ്ങൾ എടുക്കുക. ചിക്കൻ ബർഗറിൽ കൂടുതലായിട്ടും ഈ ബൺ എന്ന് പറയുന്ന കാര്യം കൂടുതലായിട്ടൊരു കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് തരുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ചിക്കൻ, അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ബർഗർ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ചിക്കൻ നമുക്ക് നല്ല പ്രോട്ടീൻ തരുന്നുണ്ട്. ചീസ് എന്ന് പറയുന്ന കാര്യം ഒരു ഫാറ്റാണ്. ഈ 3 കാര്യത്തിലും നമുക്ക് എന്തുണ്ട്, നല്ലൊരു ന്യൂട്രീഷൻ പ്രൊഫൈലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മാക്രോ ന്യൂട്രിയൻ്റ്, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, ഈ 3 കാര്യം നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ഇതെന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതൊരു അട്ടേർലി വേസ്റ്റ് ആണ് എന്നല്ല. നമുക്ക് കാലറി കുറച്ച് കൂടുതലുണ്ട് ബോഡിയിലെങ്കിലും അതിൽ നിന്നും ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നല്ലൊരു രീതിയിൽ ഇങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് ഫോളോ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും അത്രയും ഹെവി ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു രീതിയിൽ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ആരും വർക്കൗട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ മൈക്കൽ ഫിലിപ്സിൻ്റെ ഒരു എക്സാമ്പിളിൽ അദ്ദേഹത്തിൻ്റെ പോലെ നമ്മളൊരു ദിവസം മുഴുവൻ ഇരുന്ന് ഇതേപോലെ ഫുഡ് കഴിക്കാനിരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. കാരണം നമ്മളൊന്നും കഴിക്കുന്നത് പുറത്ത് കളയുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതൊരു ഫാറ്റ് അക്യുമുലേഷനായി പലതരം രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടും. അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിനൊരു നല്ലൊരു സേഫായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, പക്ഷെ മറ്റുള്ളവരുടെ രീതിയിൽ അത് സേഫ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മെറ്റബോളിസം വളരെ നല്ല രീതിയിലായിരിക്കും. നമ്മുടെയൊക്കെ ഒരു മെറ്റബോളിസം എടുക്കുകയാണെങ്കിൽ അത്രയും ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മെറ്റബോളിസം വളരെയധികം കുറവാകാനും, ഇതുപോലെ മൈക്കൽ ഫിലിപ്സ് എടുക്കുന്നത് പോലെ നമ്മൾ ഫുഡ് എടുക്കാൻ നിന്നതിന് നമുക്കതൊരു പ്രശ്നക്കാരനാക്കാനും വളരെ സാധ്യതയുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കരുത് എന്നല്ല പറയുന്നത്, നിങ്ങൾക്കത് കഴിക്കാം. പക്ഷെ നിങ്ങൾ ആ കഴിച്ചത് പുറത്തേക്ക് കളയാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ അത് ബോഡിയിലെ ശരീരത്തിൽ എക്സസീവ് ആയിട്ടുള്ളൊരു ഫാറ്റിൻ്റെ ഡിപ്പോസിഷൻ വരുത്താതെ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിക്കുന്ന സമയത്ത് ട്രാൻസ് ഫാറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഡാൽഡ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കാൻ, പരമാവധി നല്ല കട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. കാരണം അതെല്ലാം വളരെ അപകടകാരിയായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നോർമലായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് പോലെയുള്ള ഒലിവ് ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെയുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള ഓയിൽസ് അതെല്ലാം യൂസ് ചെയ്യുന്നതും നമുക്കൊരു സേഫർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ ബർഗറിൻ്റെ കാര്യമായിട്ട് പറഞ്ഞു. ഈ ചിക്കൻ ബർഗർ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യും, എങ്ങനെയൊക്കെയാണ് അത് അവർ ചെയ്യുന്നത് നമുക്കൊരു ഐഡിയയും കിട്ടില്ല. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനൊരു ഓൾട്ടർനേറ്റീവ് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് നിങ്ങളൊരു ചിക്കൻ ബർഗർ എടുക്കുമ്പോൾ കൂടുതലും നിങ്ങൾ ഫ്രൈ ചെയ്ത ചിക്കനേക്കാളും ഗ്രിൽ ചെയ്ത ചിക്കനായിട്ട് ഓൾട്ടർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അതിൽ നന്നായിട്ടൊരു ചീസ്, ലോ ഫാറ്റിൻ്റെ ചീസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലും നമ്മൾ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കണ്ട ചിക്കൻ ബർഗറിൽ നമുക്ക് മാക്രോ ന്യൂട്രിയൻസിൽ കാണാൻ പറ്റും ഫാറ്റും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും, ഇത്രയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. പക്ഷെ നമ്മൾ തന്നെ നല്ല രീതിയിൽ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതലും കൂടി വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മൈക്രോ ന്യൂട്രിയൻ്റ് പ്രൊഫൈലും കൂടി, അതായത് വൈറ്റമിൻസും മിനറൽസും നല്ല രീതിയിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാനും കൂടി സാധിക്കും. ഇങ്ങനൊരു രീതിയിൽ നമുക്കതിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ മധുരക്കിഴങ്ങിൻ്റെ, ബേക്ക് ചെയ്ത മധുരക്കിഴങ്ങിൻ്റെ ഒക്കെ അത് കഴിക്കുകയാണെങ്കിൽ അതും നല്ലൊരു ന്യൂട്രിയൻ പ്രൊഫൈലാണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മിനറൽസ് എല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പിസ്സ കഴിക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് നിങ്ങൾ പിസ്സ പോയി കഴിക്കുന്നതിനേക്കാളും പകരം നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു വെജി പിസ്സ, ലോ ഫാറ്റ് ചീസൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതും നമ്മുടെ ഹെൽത്തിന് കമ്പാരിറ്റീവ്ലി അത്രയും ഹാംഫുൾ ആക്കാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈക്കൽ ഫിലിപ്സിൻ്റെ പോലെ അത്രയ്ക്കും നല്ല ഹെവി ആയിട്ടില്ലെങ്കിലും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. നമ്മൾ ജങ്ക് ഫുഡ് കഴിച്ചുവെങ്കിൽ കഴിച്ചു, അത് നല്ല രീതിയിലാണോ അങ്ങനൊരു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് അത്രയും വില്ലനായിട്ടുള്ളൊരു കാര്യമാണെന്ന് ആരും വിചാരിക്കരുത്. ജങ്ക് ഫുഡ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുക. പക്ഷേ നമ്മൾ ആ കഴിക്കുന്നത് നമ്മളത് മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന് എത്രത്തോളമാണത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എങ്ങനെയാണത് പുറത്തേക്ക് കളയാനായിട്ട് പറ്റുന്നത് എന്നൊക്കെ വിചാരിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് മാനേജ്മെൻറ്റ്, വെയിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഞാനൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷൻ കോച്ചാണ്. നിങ്ങളുടെ മെറ്റബോളിസം അനുസരിച്ചും നിങ്ങളുടെ ബോഡി കമ്പോസിഷനൊക്കെ അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള നല്ലൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ മെയിൽ ID കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.